ക്രൂശിത രക്ഷക വിമോചക. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 1-ാമത്തെ തിരുവചനത്തിൽ വചനം പറയാണ്, യേശു തനിക്ക് സ്വന്തമായുള്ളവരെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. ഇതാണ് ഒരു ക്രിസ്തീയ ജീവിതം, ഇതാണ് ഒരു ദാമ്പത്യ ജീവിതം, ഇതാണ് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ആത്യന്തികമായ പദ്ധതി. സ്നേഹത്തിലുള്ള പദ്ധതിയാണ്. അവൻ തനിക്ക് സ്വന്തമായുള്ളവരെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. അപ്പോൾ വേദനകളുണ്ടായിരുന്നു, കുരിശുമരണം ഉണ്ടായിരുന്നു, പീഡാസഹനം ഉണ്ടായിരുന്നു, എന്നിട്ടും യേശു സ്നേഹിച്ചു. യേശു സ്നേഹിച്ചു. ശരീരത്തിൽ അടിച്ചു, മുഖത്ത് കാർക്കിച്ചു തുപ്പി, പരിഹസിച്ചു, കളിയാക്കി, എന്നെ തകർക്കാൻ അല്ലെ സകല വഴികൾ ഒരുക്കി, എന്നിട്ടും ഞാൻ സ്നേഹിച്ചു. അതുകൊണ്ടാണ് വചനം പറയുന്നത്, സ്നേഹിക്കുക എന്നതൊഴികെ മറ്റൊരു കടപ്പാടും നമുക്കാർക്കും ആരോടും ഈ ലോകത്തിലുണ്ടാകരുത്. ഹല്ലേലൂയ. സ്നേഹിച്ച് 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 അവസാനത്തുള്ളി രക്തത്തോളവും നമ്മെ സ്നേഹിച്ചവനാണ് നമ്മുടെ കർത്താവ്. ഈ സ്നേഹത്തോടുള്ള പ്രത്യുത്തരമാണ് ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അടികിട്ടുമ്പോൾ സ്നേഹിക്കുക, മുറിയപ്പെടുമ്പോൾ സ്നേഹിക്കുക, തകർക്കപ്പെടുമ്പോൾ സ്നേഹിക്കുക, ക്ഷതമേൽക്കുമ്പോൾ സ്നേഹിക്കുക, മുഖത്ത് കാർക്കിച്ച് തുപ്പുമ്പോൾ സ്നേഹിക്കുക, ശിരസിൽ മുൾമുടി വെക്കുമ്പോൾ സ്നേഹിക്കുക, ഇങ്ങനെ പരിഹാസ വിഷയമാകുമ്പോഴും സ്നേഹിക്കുക, തള്ളിപ്പറയുമ്പോൾ സ്നേഹിക്കുക, വഞ്ചിക്കപ്പെടുമ്പോൾ സ്നേഹിക്കുക. ഇതാണ് ഈശോ കാണിച്ചത്. ഈ സ്നേഹത്തിലേക്കുള്ള വളർച്ചയാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിന്റെ വളർച്ച. യഥാർത്ഥ ആത്മീയത എന്നാണെന്നറിയാവോ? ഈ സ്നേഹത്തിലുള്ള വളർച്ച, അല്ലാതെ വരദാനങ്ങളിലുള്ള വളർച്ചയൊന്നും അല്ല. ചിലരുടെയൊക്കെ തെറ്റിദ്ധാരണയുണ്ട്, വരദാനങ്ങൾ ഇപ്പം പ്രാർത്ഥിക്കുമ്പോൾ കുറേ മെസ്സേജ് കിട്ടിയാൽ നമ്മളെന്തോ വളർന്നു എന്ന്. ഒന്നുമില്ല. നമുക്കിപ്പോൾ രോഗശാന്തിക്കുള്ള വരമുണ്ട്, ഒന്നുമല്ല. സ്നേഹിക്കാനുള്ള വരം കിട്ടിയിട്ടില്ലെങ്കിൽ, സ്നേഹമില്ലെങ്കിൽ ഒന്നുമല്ല എന്നാണ് വചനം പറയുന്നത്. നമ്മൾ വെറുതെ മുഴങ്ങുന്ന ചേമ്പലയും ഇങ്ങനെ ചലിക്കുന്ന അല്ലെങ്കിൽ ഒച്ചയുണ്ടാക്കുന്ന കൈത്താളം മാത്രമാണ്. സ്നേഹമാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം. ഈ സ്നേഹത്തിൽ നമ്മൾ വളരുന്നതിനനുസരിച്ച് ഒരുവൻ സ്നേഹിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ വചനം പറയണേ, യേശു തനിക്ക് സ്വന്തമായുള്ളവരെല്ലാം സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ അവസാനത്തുള്ളി രക്തത്തോളവും യേശു സ്നേഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വിളിയാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ വിളി. അവസാനം വരെ സ്നേഹിക്കുക, അവസാന ശ്വാസത്തിൽ സ്നേഹിക്കുക. വിശുദ്ധര്, രക്തസാക്ഷികള് ഇവിടെയൊക്കെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ എന്താ ആഘോഷിക്കുന്നത്? അവസാന ശ്വാസത്തിലും കർത്താവിനെ സ്നേഹിച്ചവരാണ്. കർത്താവിനോടുള്ള ബന്ധത്തിൽ, അവന്റെ സ്നേഹത്തിലുള്ള ബന്ധത്തിൽ ജീവിച്ചവരാണ് വിശുദ്ധരായതും രക്തസാക്ഷികളായവരും. ഈ സ്നേഹം നമ്മളിൽ പൂർണ്ണത പ്രാപിക്കണം. ഏത് സ്നേഹം എന്ന് വെച്ചാൽ, കാൽവരി കുരിശിൽ ഈശോ വെളിപ്പെടുത്തിയ, തന്നെ തന്നെ ശൂന്യമാക്കിയ, തന്നേക്ക് മുറിവുകൾ ഏൽക്കുമ്പോഴും ക്ഷതമേൽക്കുമ്പോഴും അടിയേൽക്കുമ്പോഴും സ്നേഹമായിരുന്നു ആ മുറിവിൽ നിന്ന് പോലും പുറത്തോട്ടൊഴുകിയത്. ഹല്ലേലൂയ. നമുക്കൊരു അടിയേൽക്കുമ്പോൾ നമ്മളിൽ നിന്ന് പുറത്തോട്ടിറങ്ങുന്ന, യേശുവിന്റെ ശരീരത്തിൽ അടിയേറ്റപ്പോ ആ അടിയേറ്റ ഇടത്തിൽ നിന്നും ഒഴുകിയിറങ്ങിയ രക്തം അത് സൗഖ്യമായിട്ട് മാറി. നോക്കണേ, യേശുവിന്റെ ശരീരത്തിൽ അടിച്ചവൻ മുമ്പിൽ നിന്നിട്ട് അവനിങ്ങനെ കുന്തം കൊണ്ട് കുത്തി, ആ മുറിവിൽ നിന്നൊഴുകുന്ന രക്തം പോലും അവരെന്നെ സൗഖ്യമായിട്ട് മാറി എന്നാണ് ചരിത്രം എഴുതി വെച്ചിരിക്കുന്നത്. അതാണല്ലോ നമുക്ക് സൗഖ്യമായിട്ട് മാറിയത്. അത് തന്നെയാണ് നമുക്ക് സൗഖ്യമായിട്ട് മാറിയത്. അവന്റെ ക്ഷതങ്ങൾ, നമ്മളുണ്ടാക്കിയ ക്ഷതങ്ങൾ, നമ്മളടിച്ച അടികൾ, അത് നമുക്ക് തന്നെ സൗഖ്യമാക്കി അവൻ മാറ്റി. ഹല്ലേലൂയ. കാരണം ഈ സ്നേഹത്തിലാണ് ഈശോ തന്നെ. ഒരു ക്രിസ്ത്യാനി സ്റ്റാൻഡ് ചെയ്യുന്നത്, നിൽക്കുന്നത്, നിലനിൽക്കുന്നത് യേശുക്രിസ്തുവിലാണെങ്കിൽ ആത്യന്തികമായി ഈ സ്നേഹത്തിലാണ്, ഈ സ്നേഹത്തിലായിരിക്കും. ഉണ്ട് യഥാർത്ഥ ആത്മീയ വളർച്ച എന്ന് പറയുന്നത് സ്നേഹത്തിലുള്ള വളർച്ചയാണ്. വരദാനങ്ങളിലുള്ള വളർച്ചയല്ല, സ്നേഹത്തിലുള്ള വളർച്ചയാണ്. അതുകൊണ്ടാണ് ഈശോ എല്ലാ കൽപ്പനകളെയും ചേർത്തിട്ട് പറഞ്ഞു, ദൈവത്തെ സ്നേഹിക്ക്, സഹോദരങ്ങളെ സ്നേഹിക്ക്. ഇതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. സ്വർഗം കിട്ടാൻ വേറെ ഒന്നും ചെയ്യണ്ട. ദൈവത്തെ സ്നേഹിക്ക്, സഹോദരങ്ങളെ സ്നേഹിക്ക്. മുറിയപ്പെടുമ്പോഴും തകർക്കപ്പെടുമ്പോഴും അടിക്കപ്പെടുമ്പോഴും സ്നേഹിക്കുക. നമ്മളിൽ നിന്ന് സ്നേഹമാകും. കാരണം നമ്മൾ ക്രിസ്തു നമ്മളിൽ രൂപപ്പെട്ട ക്രിസ്ത്യാനി ആയിരിക്കുന്നത് കൊണ്ട്
എന്നെ അടിക്കുമ്പോഴും എന്നിൽ നിന്ന് പുറത്തോട്ടിറങ്ങുന്നത് ക്രിസ്തുവിന്റെ സ്നേഹമാണ്. ഹല്ലേലൂയ. ആ സ്നേഹത്തിന് അടിച്ചവനെ പോലും സുഖപ്പെടുത്താനുള്ള ശക്തിയുണ്ട്. ആ സ്നേഹത്തിന് മുറിപ്പെടുത്തിയവനെ പോലും സൗഖ്യപ്പെടുത്താനുള്ള ശക്തിയുണ്ട്. ആ സ്നേഹത്തിന് ശരീരം തകർത്തവനെ പോലും ചേർത്ത് പിടിക്കാനുള്ള ശക്തിയുണ്ട്. ആ സ്നേഹത്തിന് തന്നെ മുറിപ്പെടുത്തിയവരോട് ക്ഷമിക്കാനുള്ള ശക്തിയുണ്ട്. സ്നേഹം നമ്മളിൽ പൂർണ്ണത പ്രാപിക്കട്ടെ. സ്നേഹമായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. കൂപ്പകരങ്ങളോടെ എൽത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ കാണാം. സ്നേഹസ്വരൂപനായ കർത്താവ് എൽത്താരയിലുണ്ട്. നിന്റെ ജീവിതത്തിൻ്റെ നാഥനും സംരക്ഷകനും പരിപാലകനും നിന്നിന്നോളം വഴി നടത്തിയവനുമായ കർത്താവ് ഈ അൽത്താരയിലുണ്ട് കുഞ്ഞെ. തമ്പുരാന്റെ അടുത്ത് പറ, ഇതാ അടിയൻ നിന്റെ മുമ്പിൽ യാചനയോടെ വേദനയോടെ സങ്കടത്തോടെ ഒക്കെ നിൽക്കുന്നു. എല്ലാ ആരാധനയ്ക്കും സ്തുതിക്കും യോഗ്യനായ തമ്പുരാനെ, നിന്നെ ഞാൻ ആരാധിക്കുന്നു എന്ന് പറയുക. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സുഖദുഃഖങ്ങളോടും ചേർന്ന് തമ്പുരാനെ നിന്നെ ഞാൻ ആരാധിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മോളെ, മോനെ, നീ സ്നേഹിച്ചവരും നിന്നെ സ്നേഹിച്ചവരെന്ന് നീ ഗണിച്ചവരൊക്കെ നിന്നെങ്ങനെ തള്ളി മാറ്റിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടോ? ഇപ്പോഴുള്ള അവസ്ഥയും ചിലപ്പോൾ മറ്റൊന്നും അല്ലായിരിക്കാം. ഒരവിശ്വസ്തതയുടെ മുറിവോ സങ്കടമൊക്കെ കൊണ്ടു നടക്കുന്നുണ്ടോ ഉള്ളില്? വഞ്ചിക്കപ്പെട്ടതിൻ്റെ വലിയൊരു ഓർമ്മ നിന്റെ മനസ്സിൽ മായാത്ത മുദ്ര പോലെ കിടപ്പുണ്ടോ? ഒത്തിരി സ്നേഹിച്ചവര് ഇട്ടിട്ട് പോകുമ്പോൾ അനുഭവിക്കുന്നൊരു വേദനയുണ്ടല്ലോ. ഒത്തിരി സ്നേഹം തന്നവരെ നമ്മൾ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ ചങ്കിലൂടെ കടന്നു പോകുന്ന ഒരു ഭാരമുണ്ടല്ലോ, ഒരു സങ്കടമുണ്ടല്ലോ. മോളെ, മോനെ, നിന്റെ വേദനകൾക്കുള്ള ഉത്തരം കർത്താവിലാണ്. നിന്റെ സങ്കടങ്ങളൊക്കെ നീ ഇറക്കി വെക്കേണ്ടത് നിന്റെ ദൈവത്തിന്റെ മുമ്പിലാണ്. മറ്റാർക്കും നിന്നെ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. മറ്റാർക്കും നീ കടന്നു പോകുന്ന ജീവിതത്തിന്റെ വേദനകളെ അവസ്ഥയിൽ സ്വീകാര്യമായി തീരണമെന്നൊന്നും നിർബന്ധമില്ല. നിന്റെ സഹനം എന്നും നിന്റെ സഹനമാണ്. ഈശോയെ, ഒത്തിരിയേറെ വേദനയോടുകൂടി തന്നെ ഈ മക്കൾ നിന്റെ മുമ്പിലായിരിക്കുന്നത്. ഒത്തിരിയേറെ സങ്കടങ്ങളും പ്രാർത്ഥനയുടെ വിഷയങ്ങളുമായിട്ട് തമ്പുരാൻ ഈ മക്കൾ നിന്റെ മുമ്പിലായിരിക്കുന്നത്. ഇവർക്കും പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇവർക്കും പങ്കുവയ്ക്കാൻ ഒത്തിരി വിഷയങ്ങളുണ്ട്. ഇവരെയും അലട്ടുന്ന ജീവിതത്തിന്റെ പല സങ്കടങ്ങളുടെയും ദുരിതങ്ങളുടെയും വേദനകളുടെയും ബാധ്യതകളുടെയും രോഗങ്ങളുടെയും തീരാ ദുഃഖങ്ങളുടെയും ഒക്കെ അനുഭവങ്ങളിലൂടെയാണ് തമ്പുരാനെ ഈ മക്കളും കടന്നു പോകുന്നത്. ഈ മക്കളോട് കരുണ കാണിക്കണം. ഈ നിമിഷം ഈ മക്കളോട് കരുണ കാണിക്കണം തമ്പുരാനെ. ഈ നിമിഷം ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് നിന്റെ അത്ഭുതകരമായ ശക്തി വെളിപ്പെടട്ടെ. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു ദൈവം നമുക്കുണ്ട്. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു ദൈവം നമുക്കുണ്ട്. വിശ്വസിക്കുക, കർത്താവിനെ വിശ്വസിക്കുക. ആരൊക്കെ നിന്നെ വിട്ടുപിരിഞ്ഞാൽ, ആരൊക്കെ നിന്നെ മാറ്റിയാലും തമ്പുരാൻ നിന്നോട് ചേർന്ന് അവസാനം വരെ നീ അവനോട് വിശ്വസ്തനായി നിന്നാൽ മതി. നിന്നോട് അവസാനം വരെ അവൻ വിശ്വസ്തത പുലർത്തും. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം മുട്ടുകുത്തുന്നു. ദൈവത്തിന് നന്ദി പറയാം. കരങ്ങൾ രണ്ട് തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. നിങ്ങളുടെ വേദനകളെയും സങ്കടങ്ങളെല്ലാം തമ്പുരാനിലേക്ക് കൊടുത്ത് ഈശോ നിങ്ങളെ ആശീർവദിക്കുമ്പോൾ തമ്പുരാൻ നടത്തുന്ന വഴികൾക്കെല്ലാം നന്ദി പറയാം. കർത്താവ് കൈപിടിച്ച എല്ലാ അനുഭവങ്ങൾക്കും നന്ദി പറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ